man shirts. Everyone digs them. And you know... മാരിയമ്മ അനുഗ്രഹിച്ച് 10 വയസ്സ് വരെയുള്ള ഓർമ്മ തിരിച്ചു കിട്ടി, പേരും പിടികിട്ടി. ഇനി കാര്യമായിട്ടൊന്ന് ഗുണദോഷിച്ച് ഇറങ്ങിപ്പോകുന്നായി എനിക്ക് തോന്നുന്നത്. സാധാരണ 10 വയസ്സുകാർക്ക് അതല്ലേ ഓർമ്മ വരേണ്ടതാ. വീടിനെയും വീട്ടുകാരെയും പറ്റിയൊക്കെ ഓർമ്മിക്കേണ്ട ഞരമ്പിലായിരിക്കും ചിലപ്പോ സൂപ്രണ്ടിന്റെ അടി പറ്റിയത്. പോസ്റ്റമ്മ, ശവത്തെ കുത്താതെ ഏതോ ഒന്നായിപ്പോച്ചു. ഏതായാലും കുസൃതി തരത്തിനൊക്കെ ഒരു അയവ് വന്നിട്ടുണ്ട്. ഇറക്കി വിട്ടാലും ദൈവകോപം വരുമെന്ന് പേടിക്കണ്ട. ഏതെങ്കിലും ചായക്കട ഇലവടച്ചെങ്കിലും ജീവിച്ചോളൂ. ആളൊരു നിരുപദ്രവമാണല്ലോ. എന്നതത് കിച്ചടി പൂച്ച കയറിയെന്നാ തോന്നുന്നു. അയ്യോ, നിരുപദ്രവിയാണെന്ന് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പേ ദ്രോഹി ചെയ്തു വെച്ചിരിക്കുന്ന പണിയുണ്ടോ സൂപ്രണ്ടേ? വേണോ? നീ ഇവിടെ കുളം കോരിയിട്ടേ പോകൂ ഇല്ലേടാ. അമ്മൂമ്മ നിന്നെ ഞാൻ എഴുതേട്ടാ ഷാനിയന് നിന്നെ ഞാൻ ശരിയാക്കും. പനച്ചിമൂട്ടി ഭഗവതി, 85 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച കോംപ്ലാനാണ് ഇങ്ങനെ അഡ്രസ് ഇല്ലാത്ത കത്ത് പോലെ കിടക്കുന്ന സാമദ്രോഹി. I am a Complan boy. I am a Complan girl. വിജയത്തിന്റെ സേനാനി ബൂസ്. സത്യശീല, എന്താ എന്താ ഇവിടെ? Command, ghost is the secret of my energy. ആരോഗ്യത്തിന്റെ ക്ഷാർത്ഥം എന്ത്? ലൈഫ് ബോയ്, ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം. ലൈഫ് ബോയ്. നല്ലപോലെ കൂട്ടിയോ? ഹാവൂ, സമാധാനാച്ച്. അവിടെ കേട്ടോ പച്ചവെള്ളം തരുന്നില്ല. നോക്കോ ജന്തു ഇനി ചത്തു പോണ്ട. യോ, പുരുഷന്റെ തല്ലുകിണ ജാതകത്തിൽ കിട്ടക്കണിയാൻ എഴുതിയപ്പോ സത്യത്തെ വിശ്വസിച്ചില്ലേ? ഇന്ന് ഇരട്ടി വെളുക്കുന്നതിന് മുമ്പ് ഈ ശനിയനെ എപ്പിടിയാവത് ഇങ്ങേരുത് കെട്ടിയെടുക്കണം. അതിന് എന്നെ വഴിന്ന് ആലോചിക്ക്. മനസ്സമാധാനത്തോടെ ഉറങ്ങിട്ട് നാളെ എവിടെ ആച്ച്? 10 വയസ്സിന്റെ ബോധമുള്ള സ്ഥിതിക്ക് അങ്ങനെ ഇങ്ങ് ഇറക്കി വിട്ടാലും കുഴപ്പാ. എന്നാ ഇറക്കി വേണ്ട, എല്ലാരും കൂടെ വെട്ടി നുറുക്കി കറി വെക്ക്. കൂട്ടത്തിലൊരു വലിയ കഷ്ണം എനിക്കെന്താ? സൂപ്രണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞ സൂപ്രണ്ട് എന്നോട് ദേഷ്യപ്പെടരുത്. ഭാഗ്യം പറ. അല്ല, സംഗതി പുരുഷവർഗത്തോട് നമുക്ക് തീർത്താ തീരാത്ത പകയാണ്, ശരിയാണ്. പക്ഷെ ഒരു ആപത്ത് വരുമ്പോ നമ്മൾ അവരുടെ സഹായം തേടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. നോക്കി വെച്ച പേസ്റ്റാണേ. അയ്യോ, എന്നെ പൊന്നമ്മാ ചെയ്തിട്ടില്ലേ? ഇതിനെ ഇനി ഇതിന്റെ അകത്ത് കേറ്റാൻ പറ്റുമോ? പോകൃത്തരം കാണിച്ചിട്ട് അതേ പ്രസംഗം പറയുന്നോ? ശനിയനെ ഉന്നെ തള്ളിയതിനകത്ത് കയറ്റും. അയ്യോ വേണ്ട, അടുത്ത് പോണ്ട. എപ്പോഴാ ഇളകില്ലെന്ന് പറയാൻ പറ്റില്ല. അയ്യോ, എന്തോ എഴുതി വെച്ചിരിക്കുകയാണല്ലോ. പോററി അല്ല, പോറ്റി. വീടിന്റെ ചുവല് അക്ഷരത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആരെ വിയൻ പോറ്റി? പറയില്ല. പറ. ഒന്ന് വേഗം പറയണോ? പറയാൻ മനസ്സില്ല. നീ പോട്ടെ മങ്കി. അയ്യോ, ഇവന്റെ ആരോ ആണ് വിയൻ പോറ്റിന്ന് തോന്നുന്നു. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തന്നെ ശല്യം ഒഴിവാക്കായിരുന്നു. എവിടേക്കാ? പായ മുടി മിണ്ടാണ്ടിരുന്നോണോ? പൊന്നിൻ കട്ടയാണെന്നാലും നെഞ്ചിൽ കൊണ്ടാ മുറിഞ്ഞു പോകും. പൊന്നിൻ സൂചി ആണെന്നാലും കണ്ണിൽ കൊണ്ടാ മുറിഞ്ഞു പോകും. സത്യശീല, ആരായി വിയൻ പോറ്റി? ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ? ഓ, എന്തിനാ ഞങ്ങളായിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ?
ആരായാലും അച്ഛനാണോ അപ്പൂപ്പനാണോ അമ്മാവനാണോ ഇത് തന്റെ പേരാണോ? പോടി മങ്കി. ദാ, സത്യശീല പറഞ്ഞ ഇതുപോലെ ജീവനുള്ള ഒരു കുതിരയെ വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരുവോ? നല്ല വെള്ള കുതിര. വെള്ള വേണ്ട, പച്ച മതി. പച്ചെങ്കി പച്ചെങ്കി പച്ച. വയലറ്റ് വാങ്ങിച്ചു തരാം. കുതിര കളിക്കേണ്ട ഒരു പ്രായം, കാലമാണ്. കാലാണ് നിന്റെ അച്ഛൻ. കൊല്ലും ഞാൻ. ഞാൻ പറയൂല 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 ഞാൻ പറയൂല. ഒലഞ്ഞൂടെ? ഒറ്റ അടി വെച്ചോണ്ടല്ലോ. പിന്നെ അയാളോട് തന്നെ അടിക്കാൻ വരുന്നേ. നിർത്ത് 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 നിർത്ത്. ഹൂ, ആരായിരിക്കും ഈ വിയൻ പോറ്റി? ഹലോ ഡോക്ടർ, ഇത് സിറ്റിയിലൊരു വീട്ടിൽ നിന്നാണ്. ഡോക്ടറുടെ മകൻ സത്യശീലൻ കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. സത്യശീലനോ? അങ്ങനെ ഒരു മകൻ എനിക്കില്ലല്ലോ. നോൺസെൻസ്. എന്താ എന്ത് പറ്റി? സത്യശീലൻ എന്നൊരു മകൻ അയാൾക്കില്ലെന്ന്. ഡോക്ടർ വി എൻ പോറ്റി. സോറി ഡോക്ടർ, ഞാൻ നേരത്തെ വിളിച്ച ആള് തന്നെയാ. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. പറയൂ. സത്യശീലൻ എന്നൊരാളെ ഡോക്ടർക്ക് പരിചയെങ്കിലും ഉണ്ടോ? അയാൾക്ക് ഡോക്ടർ അറിയാന്ന് പറയുന്നു, അതുകൊണ്ടാ. ഓഹോ, 1 മിനിറ്റ്. ഹലോ. 3 സത്യശീലന്മാർ എന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 പേർ ക്ലെപ്റ്റോമേനിയാക് പേഷ്യൻസ് ആയിരുന്നു. ഓ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. ഓ താങ്ക് യു. 3ാമത് സത്യശീലൻ അയാളിപ്പോ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഹീസ് എ സെക്സ് മേനിയാക്. വാട്ട്? എന്താ? സെക്സ് മാനിയാക് ആണെന്ന്? അയ്യോ, അങ്ങനെയാണെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കിയേ പറ്റൂ. പിന്നെ ഡോക്ടർ ഓഹോ, 10 വയസ്സിന്റെ ഓർമ്മകളോ? അത് ശരി. ശിരസിന്റെ ഞരമ്പുകൾക്ക് ക്ഷതമേറ്റാൽ അങ്ങനെ സംഭവിച്ചേക്കാം. പരിചയം കാണുമായിരിക്കാം, പക്ഷെ നേരിട്ട് കാണാൻ ഞാൻ എന്താ പറയുക. ഒരു കാര്യം ചെയ്യൂ, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഓക്കെ. സോറി, ഈ രൂപത്തിൽ ഇയാളെ കുറിച്ച് എനിക്കൊന്നും പറയാനാവില്ല. തൽക്കാലം തലയെങ്കിലും ആൺ രൂപത്തിൽ കാണിക്കൂ, ബാക്കി ഞാൻ ഊഹിച്ചോളാം. അത് കളിക്കാനുള്ളതല്ല, താഴെ വെക്കൂ. വേണ്ട വേണ്ട വേണ്ട. സാർ, സത്യ സാർ, സാറിന് മനസ്സിലായില്ലേ? പോറ്റിയാണ്, വി എൻ പോറ്റി. ഡോക്ടർക്ക് ഇയാളെ അറിയാമോ? 1 മിനിറ്റ്. എന്നാ പിടിക്കേ. ഹലോ. അതൊന്നും എടുക്കരുത്. ഇദ്ദേഹം ആരാണെന്ന് അറിയില്ലേ നിങ്ങക്ക്? ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പാരാസൈക്കോളജിസ്റ്റ് ആണ്. അയ്യോ, പാരാസൈക്കോളജിസ്റ്റോ? യെസ്. ഈ ഭൂതപ്രേത പിശാചുക്കളെ കുറിച്ചുള്ള ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം. ലോക പ്രശസ്തരായ പല മഹാന്മാരുടെയും ആത്മാക്കളുമായി ഇദ്ദേഹം നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അയ്യോ, ഈ പാരാസൈക്കോളജിസ്റ്റ് എന്തിനാ പാതിരാത്രി ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നത്? ഓ, അതൊന്നും എനിക്കറിയില്ല. ബൈ ദ ബൈ, നിങ്ങളുടെ വീട് ഒരു പ്രേതഭവനം മറ്റാണോ? അയ്യോ അല്ല ഡോക്ടർ, ചിന്താമണി ചേച്ചിയുടെ വീടാ. ഓഹോ, അപ്പോൾ ചിന്താമണി എന്ന പ്രേതത്തെ അന്വേഷിച്ചു വന്നതായിരിക്കും. അയ്യോ അല്ല ഡോക്ടർ, ചിന്താമണി ചേച്ചി ഞങ്ങളുടെ ഹൗസ് ഓണറാ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവരെ അവർ ജീവനോട് ഇരിപ്പുണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾക്കൊരു വലിയ കൈപ്പഴയാണ് പറ്റിയത്. ഇദ്ദേഹത്തിന്റെ തല ഒരു കമ്പ്യൂട്ടറായിരുന്നു. കേട്ടാൽ ഞെട്ടുന്ന ഒത്തിരി രഹസ്യങ്ങൾ മിസ്റ്റർ സത്യൻ അദ്ദേഹത്തിന്റെ തലയിൽ ഫീഡ് ചെയ്ത് വെച്ചിരുന്നു. ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ എനിക്ക് അത്ഭുതമാണ്. ഞങ്ങൾക്ക് മനസ്സിലായില്ല ഡോക്ടർ. ഡോക്ടർക്ക് അത്രയ്ക്ക് അടുപ്പമുണ്ടെങ്കിൽ ഇയാളുടെ വീടുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ. സോറി, വ്യക്തിപരമായി ഈ മനുഷ്യനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഒരു സെമിനാറിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്നിട്ടും ഈ മനുഷ്യനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ക്രൂരതയാണ്. ഇറ്റ് ഇസ് എ ക്രിമിനൽ ഒഫൻസ്. ഡോക്ടർ ആന്റി, ബിഗ് ബിഗ്. മിസ്റ്റർ സത്യൻ, എന്താ ഇത്? ഇങ്ങോട്ടിരിക്കൂ, ഇങ്ങോട്ടിരിക്കൂ. ഇങ്ങോട്ടിരിക്കേ. ആ, ശരി, ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ഒരു ലെറ്റർ തരാം. നിങ്ങൾ എത്രയും വേഗം മിസ്റ്റർ സത്യനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോ പോലീസ് ഇത് അറിഞ്ഞ കുഴപ്പമല്ലേ ഡോക്ടർ? ഐ ആം ഹെൽപ്ലെസ്. ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കാൻ പറ്റില്ല. അയ്യോ ഡോക്ടർ, ഭാഗ്യരേഖ എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാ ചേച്ചി.
അയാളവിടെ മോഷ്ടിക്കാൻ കയറിയതല്ല, ഏതോ പ്രേതത്തിനെ അന്വേഷിച്ച് വന്നതാണെന്ന്. മുത്തുമാരി, സൂപ്രണ്ടെ എനിക്ക് സൂപ്രണ്ടെ യാതൊരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ ബോധം കെടാതെ. ഈശ്വരമൂർത്തി പ്രേതവോ? പറയാൻ പറ്റില്ല, അത് പഴയ കാലത്തെ വീടല്ലേ. എന്റെ ദൈവമേ, ബോധം കെടാൻ പിന്നെ സമയം തരാം. ഇങ്ങോട്ട് വാ. വല്ല പുരുഷപ്രേതമാണെങ്കിൽ എത്രയും വേഗം അവിടുന്ന് ഒഴിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കണം. അതിന് വഴിയുണ്ടാക്കാം. ആദ്യം സതീശന്റെ പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ? മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, പോലീസിൽ അറിയിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോ ഞങ്ങളുടെ ചങ്ക് കത്തിപ്പോയി. അയാളുടെ കാല് പിടിച്ചു, സമ്മതിക്കണ്ടേ? അവസാനം ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞ ഞാനും നാൻസിയും ഒരേ സാരി തുമ്പി കെട്ടിത്തൂങ്ങി ചാവൂന്ന് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാ അയാൾ വീട്ടിൽ വന്ന് ചികിത്സിക്കാൻ സമ്മതിച്ചത് തന്നെ. അയാൾ ഇത് ആരോടേലും ചൊല്ലുവോ ഭാഗ്യം? ഏയ്, 2 യുവതികൾ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അയാളുടെ ക്ലിനിക്കിന് മുമ്പിൽ കെട്ടിത്തൂങ്ങി ചത്ത അയാളുടെ ഗതി എന്താവും? മനഃശാസ്ത്രജ്ഞനാണെങ്കിലും മനസ്സിൽ ഭയമില്ലാതിരിക്കൂ. ആമ്പിള ഡോക്ടർ വീട്ടിലേക്ക് വന്നാച്ചാ? ഓ, വந்தாச்சு. സൂപ്രണ്ടേ എന്തിനാ ഇപ്പൊ ബോധം കെട്ടെ? ആ ഡോക്ടർ മഠത്തിലേക്ക് കയറുന്നത് ആരെങ്കിലും കണ്ടോ? നമ്മ മാനൊന്നും പോകത്തില്ല. വെങ്കടിയുടെ കട ഉദ്ദേശിച്ചാണെങ്കിലേ അത് ഉച്ചക്കേ പൂട്ടി. അതുകൊണ്ട് വായി നോക്കിയാൽ ആരും അവിടെ ഇല്ല. മുത്തുമാരിയമ്മ കാപ്പാത്ത്. സൂപ്രണ്ടേ, വേഗം ലീവ് എഴുതി കൊടുത്തിട്ട് ഇറങ്ങാൻ നോക്ക്. അവിടെ ഇപ്പൊ ചികിത്സ തുടങ്ങി കാണും.